ചോറുണ്ട്, കറിയില്ല. അപ്പം നമുക്ക് പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിയാലോ? പൈസ ഇല്ല. അപ്പം പിന്നെ നമുക്കൊരു തട്ടിക്കൂട്ട് ലഞ്ച് ഉണ്ടാക്കിയാലോ? തുടങ്ങല്ലേ? എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ അലാറം മാത്രമാണ് കറക്റ്റ് സമയത്ത് അടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഞാനൊട്ട് കറക്റ്റ് സമയത്ത് എഴുന്നേക്കോ? അതുമില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇന്നത്തെ ഈ തട്ടിക്കൂട്ടൽ ആയിട്ടുള്ള ഊണ്. കാരണം സമയത്തും കാലത്ത് ഉറക്കം എഴുന്നേറ്റ് അമ്മയെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മ എനിക്ക് വിഭവസമൃദ്ധമായ ഊണ് തന്നെ ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല പച്ച മടല് വെട്ടി നല്ല 2 അടിയുടെ കുറവ് എനിക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബൈ ഇപ്പൊ പച്ചമടലും ഉണക്കമടലും തപ്പി പോകുന്നതല്ലല്ലോ നമ്മുടെ പരിപാടി. തട്ടിക്കൂട്ടി ലഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൈ കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെ എടുത്തൊരു കറി ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒഴിക്കാൻ കറി വേണം, ഒഴിക്കാൻ എടുത്തതിനെ പിന്നെ തൊട്ടുകൂട്ടാൻ വേണം, എല്ലാം കൂടെ ഒരു പാടാണ്. അപ്പൊ എന്തായാലും ചോറിന് ഞാൻ കറിയിലോട്ട് ക്ഷണിക്കാന്ന് വിചാരിച്ചു. വഴുക്കക്കാരനായ വെളിച്ചെണ്ണയിൽ തുടങ്ങി പാറി നടക്കുന്ന മസാലപ്പൊടിയിലെ ഞാനെല്ലാം അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. തട്ടിയാ പൊട്ടുന്ന മുട്ടയും തെന്നിയാ പോകുന്ന സോയാബീനും ഞെക്കിയാ കത്തുന്ന ലൈറ്റും എന്ന പോലെയൊക്കെ എല്ലാം അങ്ങോട്ട് കൂടി. പിന്നെ പൊടികളെല്ലാം ഞാൻ അങ്ങോട്ട് വാരി വിതറാൻ തുടങ്ങി. കുറച്ച് കളർഫുൾ ആവട്ടെ, ഉലുവ പൊടി വരെ ഞാൻ വാരിയിട്ടു. എന്നിട്ട് ഉണ്ടാക്കി വെച്ച് ചോറും കൂടെ ഇട്ട് ഇളക്കി കുറച്ച് മല്ലിയില കൂടെ ഇട്ട്. നിങ്ങൾ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? അല്ലെങ്കിൽ ഈ വീട്ടിൽ തെളിയണതും തെളിയാത്തതായിട്ടുള്ള എല്ലാ കേസുകളും എന്റെ തലയ്ക്ക്. നിങ്ങൾ ഈ ഫോൺ നോക്കുന്നതിന് കാരണം ഞാനാണെന്നുള്ളതും കൂടെ ഏറ്റെടുക്കാനുള്ളതാണ് എനിക്കില്ല. അപ്പൊ എത്രയ്ക്കുള്ള ഓക്കെ, ബൈ.